മോനെ അക്ബർ ഖാനെ, നീ ഈ വീഡിയോ ഒന്ന് കണ്ടോ. അല്ല, അക്ബർ ഖാനോടല്ല പറയണ്ടേ, അക്ബർ ഖാന്റെ ഫാൻസിനോട് പറയുള്ളത്, നീ സാപ്പി ടാങ്ക് വിളിച്ചതേ തെറ്റ്. ഇത് കണ്ടോ? നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എന്താ പറയാ എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാരണം ഇത് ഓള് IQ ലെവല്, അവള് ടാലന്റ് ആണ് അക്ബറെ. നീ സാപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് ഈ രേണുസുതി എന്നുള്ള ഈ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ വരണതിന് മുമ്പ് നിങ്ങൾ എത്ര പേർ ആളുണ്ട് അവിടെ, അവൾ അതിന് മുമ്പ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ 10 വീക്കിന്റെ അല്ലെങ്കിൽ 15 വീക്കിന്റെ ഒക്കെ വീഡിയോ പുള്ളിക്കാർ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതായത് എനിക്ക് വോട്ട് ചെയ്യണം കേട്ടോ, എനിക്ക് വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പോസ്റ്റ് ചെയ്യും. ഇപ്പൊ ബിഗ് ബോസിലുള്ളതിൽ വെച്ച് ഏറ്റവും ടാലന്റ് അല്ലെങ്കിൽ എത്ര ഒരു ഫ്യൂച്ചർ, അതല്ലെങ്കിൽ ഒരു മുഴ മുന്നേ എറിഞ്ഞിട്ട് നിൽക്കുകയാണ് അവര് അല്ലെ. ഉടുതുണിക്ക് മറുതുണി ഇല്ല, പൈസ ഇല്ല, പണം ഇല്ല, ആകെ കഷ്ടപ്പാടാണെന്നൊക്കെ പറയണ രേണുവിന്റെ പിന്നിൽ ഒരു വലിയൊരു PR ടീമിന്റെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോ ആ PR ടീമിന്റെ ബലത്തിൽ രേണു ജയിച്ചു കഴിഞ്ഞാലും കുറ്റം പറയാൻ പറ്റൂല. രേണു ഫാൻസിനെ ആഘോഷിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനുള്ള വക രേണുവിനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ സെലിബ്രേറ്റ് നമുക്ക് എന്താണ്